ഇന്ന് നിയമസഭയിലുണ്ടായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമാണ്. വളരെയേറെ ഈ നാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, ഒരു പൊതുപ്രശ്നം ഏറ്റവും സമീപ ദിവസങ്ങളിൽ ഉണ്ടായത്, ഇതൊക്കെയാണ് അടിയന്തര പ്രമേയത്തിന് ഉള്ള മാനദണ്ഡങ്ങൾ. ഈ അടിയന്തര പ്രമേയമായി ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ വളരെ പ്രീ പ്ലാൻഡായിട്ട് ഇങ്ങനെ ഒരു വിഷയം അനുവദിക്കരുത് എന്ന ഭരണകക്ഷിയുടെ നിർദ്ദേശത്തിനനുസൃതമായിട്ടാണ് സ്പീക്കർ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ, ഒരു ചെറിയ പ്രാഥമികമായ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ വളരെ ജനാധിപത്യ വിരുദ്ധമായി നിഷ്കരണം ഈ പ്രമേയത്തെ തള്ളിക്കളഞ്ഞത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സഭ ബഹിഷ്കരിച്ചത്. മാത്രവുമല്ല, സഭ നടത്തിക്കൊണ്ടുപോവേണ്ടത് ഭരണകക്ഷിയുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് ഈ പ്രമേയം വന്നപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത് ഭരണകക്ഷി അംഗങ്ങളാണ്. അപ്പൊ ഇതൊരു വല്ലാത്ത സമീപനമാണ്. നടത്തളത്തിൽ വരെ വന്നു. നടത്തളത്തിൽ വരെ വന്നത് പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ ഭരണകക്ഷി അംഗങ്ങളാണ്. അപ്പൊ ഇതൊരു കേരളത്തിലെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ദിനമായി കാണേണ്ട സംഗതിയാണിത്. ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ ഏത് ഭരണകർത്താക്കളും അത് ചർച്ച ചെയ്യാനാണ് സന്നദ്ധമാകേണ്ടത്. ഇത് ആ നോട്ടീസ് പോലും പരിഗണനക്കെടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇന്ന് നിയമസഭ ബഹിഷ്കരിച്ച് പുറത്തു വന്നിട്ടുള്ളത്. ഈ പ്രക്ഷോഭം ഞങ്ങൾ പുറത്തും നിയമസഭക്കകത്തും തുടരുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കമ്പനി, അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന അഴിമതി ആരോപണം, ആ അഴിമതി ആരോപണം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ഗൌരവമേറിയ ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് വളരെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വ്യക്തമായ ഒളിച്ചോട്ടം തന്നെ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നു. ഗവൺമെന്റ് പ്രതിക്കൂട്ടിലായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ വന്നത്. അത് ചർച്ച ചെയ്യുന്നതിന് സ്പീക്കർ അനുമതി നൽകുന്നതിന് പകരം ഭരണകക്ഷി അംഗങ്ങൾ തനിഗുണ്ടായിസത്തിലൂടെ ഇന്നത്തെ സഭാ നടപടികളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതെല്ലാം ജനാധിപത്യത്തിനെ കളങ്കപ്പെടുത്തുന്ന നടപടികൾ എന്ന നിലയിൽ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വോക്കൌട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഏറ്റവും ഒടുവിലായി നമ്മൾ അറിഞ്ഞ ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറായിട്ടുള്ള കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ, അതായത് കഴിഞ്ഞ 1-ാം തീയതിയാണ് അത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതിന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഏറ്റവും റെലവന്റായ, കാരണം കേരളത്തിൽ ഇന്നുവരെ ഒരു മുഖ്യമന്ത്രിയുടേതെന്നല്ല, ഒരു മന്ത്രിയുടെയുമായി ബന്ധപ്പെട്ട് പോലും, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെയും ആയി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിൽ വന്നിട്ടില്ല. മാത്രമല്ല, ദശലക്ഷക്കണക്കിന് കമ്പനികൾ പ്രവർത്തിക്കുന്ന ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 3-4 വർഷം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, 34 കമ്പനികൾ, 22 കമ്പനികൾ, 28 കമ്പനികൾ, ഇങ്ങനെ ഏകദേശം 42 കമ്പനികൾ, ഇങ്ങനെ എണ്ണപ്പെട്ട കമ്പനികൾ മാത്രമാണ് ഈ ഗുരുതരമായ തട്ടിപ്പിന്റെ അന്വേഷണം നേരിടേണ്ടി വന്നിട്ടുള്ളത്. സമാനമായ നിലയിൽ അതിഗുരുതരമായ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മകൾ അടക്കം ഉള്ള കമ്പനിയും ഒരു സർക്കാർ കമ്പനിയും, അല്ലെങ്കിൽ KSIDC എന്ന് പറയുന്ന സർക്കാരിന് പങ്കാളിത്തമുള്ള ഒരു കമ്പനിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നേരിടുന്നത്, ഞാൻ പരിശോധന മനസ്സിലാക്കിയത്, സർക്കാർ പങ്കാളിത്തമുള്ള സർക്കാർ കമ്പനി ആദ്യമായിട്ടായിരിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിൽ വരുന്നത്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാരിന് ഒളിഞ്ഞു മാറാൻ കഴിയില്ല. ഇന്ന് നമ്മൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്ന മാസപ്പടി എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ കൈപ്പറ്റിയ മുഖ്യമന്ത്രി മകളും അതിനുവേണ്ട എല്ലാ സൌകര്യവും ചെയ്തു കൊടുത്ത സർക്കാരും സർക്കാർ കമ്പനികളും ഇന്ന് ഗുരുതരമായ തട്ടിപ്പ് നടത്തി എന്നുള്ള നിലയിലേക്കുള്ള അന്വേഷണം നേരിടുമ്പോൾ അതല്ലാതെ ഏത് വിഷയമാണ് നിയമസഭ ചർച്ച ചെയ്യേണ്ടത്? എന്നാൽ ആ ചർച്ചയെ സർക്കാരും മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ദിവസം അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയ നോട്ടീസ് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ
സീറ്റ് വിട്ടിറങ്ങി പ്രശ്നത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അവർ എന്ത് വില കൊടുത്തും ഇത് ചർച്ച ചെയ്യിപ്പിക്കില്ല, ഈ വിഷയം നിയമസഭയിൽ ഉന്നയിപ്പിക്കില്ല എന്നുള്ള നിശ്ചിതമായ തീരുമാനത്തോടു കൂടിയാണ് വന്നത്. അവര് വളരെ കരുതലോടുകൂടി ഈ വിഷയം ഉന്നയിക്കുന്നതിന് സർക്കാരും മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നതുകൊണ്ടാണ് ഇന്ന് സ്പീക്കർ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി, താൽപര്യങ്ങൾക്ക് വഴങ്ങി പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശാനുസരണം ഞാൻ ഈ വിഷയം വീണ്ടും ഉന്നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഉന്നയിച്ച് ഇതിന്റെ യാഥാർത്ഥ്യം കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും.